ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സൈക്കോസ് വിഷൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിപ്പം നിൽക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു പ്രോഗ്രാം സ്ഥലത്താണ് കേട്ടോ. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് എവിടെയാണ്, നമ്മുടെ തുരുത്തി നാഗര എന്ന് പറയുന്ന സ്ഥലത്താണ്. തൊളിക്കോട്, നെടുമങ്ങാട് തൊളിക്കോട് നാഗര എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ആവണി തിയേറ്റേഴ്സ്, തിരുവനന്തപുരം ആവണി തിയേറ്റേഴ്സിൻ്റെ ആർഷഭാരതം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കാണാൻ, നൃത്ത നാടകമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചയിലേക്ക് പോകാം കേട്ടോ. ഞങ്ങൾ ആ കാഴ്ചകൾ കാണാൻ ക്ഷണിക്കുകയാണ്. ആവണി അണിയിച്ചൊരുക്കുന്ന ഏറ്റവും പുതിയ കലോപഹാരം ആർഷഭാരതം. ജീവിതമാണ് ഇതൊന്നും കുറിച്ചിടപ്പെട്ടത്. അതേ മഹാരണപതി ഹസ്തിനപുരിയുടെ വിശേഷണങ്ങളിൽ പുരുഷനായും ജീവിതത്യാഗങ്ങളുടെ മാറാപ്പ് പേറിയവരാണ് സ്ത്രീജനങ്ങളും. സ്ത്രീകളുടെ ഭീഷ്മകൊണ്ടയിലൂടെ കാണുന്നതായിരിക്കും വ്യാസമുനിയുടെ മഹാഭാരതത്തിന്റെ കത്താളുകൾക്ക് നിന്നും അർത്ഥം കൽപ്പിക്കപ്പെടുന്നത്. മഹാമുനിയുടെയും നിന്റെയും ആഗ്രഹം സഫലമാകട്ടെ. വരും കാലത്തിന്റെ യുവചേതനകൾക്ക് ധർമ്മചിന്തകൾ ഉണർത്താൻ ആർഷഭാരതത്തിലെ സ്ത്രീരത്നങ്ങളായ ദേവി കുന്തിയും ഗാന്ധാരിയും ഇതാ നിങ്ങളുടെ മുന്നിലേക്ക്. ദശാസന്ധിയിലാണ് നാമും ഗണേശനും. ഞങ്ങളുടെ അറിവിൽ പറയാൻ മനസ്സിൽ നിറച്ചടച്ച കഥാകഥനങ്ങൾ ഉണ്ടെന്നറിയാം. എങ്കിലും വരും കാലത്തിന്റെ തിരിച്ചറിവുകൾക്കായി ദേവിമാർ മനസ്സ് തുറക്കണം. നിങ്ങൾ അനുഭവിച്ച സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും സാഹചര്യങ്ങൾ ദേവതയുടെ പറയുന്നുണ്ടെങ്കിൽ ഗണനാഥ, ഈ ദർശന ഭാഗ്യത്തിന് കോടി പ്രണാമം. പ്രണാമം വിഘ്നേശ്വര. മഹാമുനിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ മനസ്സൊരുക്കി തന്നെയാണ് വന്നത്. പൊതുവായ കുന്തിഭോജ രാജാവിന്റെ വാർത്തപുത്രിയായാണ് കുന്തി വളർന്നത്. കുന്തിഭോജ രാജാവിന്റെ മകളായി വളർന്നതിനാൽ ഞാൻ കുന്തി എന്ന പേര് സ്വീകരിച്ചു. കൗമാരത്തിൽ ഭക്തിയും സ്വഭാവ ഗുണവും മുൻനിർത്തി ദുർവാസാവ മഹർഷിയിൽ നിന്ന് വരപ്രസാദം നേടിയവരാണ് ജ്യേഷ്ഠത്തി. ബ്രാഹ്മണഹത്യ നടത്തിയ മഹാരാജന് സ്ത്രീ സ്പർശമേറ്റാൽ മരിച്ചു വീഴുമെന്ന ബ്രാഹ്മണ ശാപത്താൽ കുടുംബജീവിതം ഉപേക്ഷിക്കേണ്ടതായി വന്നു. ജീവിത നൈരാശ്യത്താൽ പാണ്ഡു മഹാരാജൻ രാജ്യഭാരം ധൃതരാഷ്ട്രയെ ഏൽപ്പിച്ച് കാട് കയറുമ്പോൾ കുന്തിദേവിയും സഖിയും രണ്ടാം ഭാര്യ മാദ്രിയും അദ്ദേഹത്തെ അനുഗമിച്ചു. ജ്യേഷ്ഠത്തെ ദാനമായി തന്ന മഹാറാണി പദം. വനവാസ ജീവിതത്തിൽ പാണ്ഡുരാന്റെ ആവശ്യപ്രകാരം വംശ നിലനിൽപ്പിനായി മഹാമുനി ദുർവാസാവിന്റെ വരം കൊണ്ട് അറിവുണർത്തിയ മന്ത്രബലത്താൽ കാലാകാലങ്ങളിൽ ഞാനും മാദ്രിയും ദേവഗുണമുള്ള 5 പുത്രന്മാർക്ക് ജന്മം നൽകി. കാലം കടക്കവേ മാദ്രിയുമായി ശരീരസുഖം ആഗ്രഹിച്ച പാണ്ഡു മഹാരാജൻ ബ്രാഹ്മണ ശാപത്താൽ മരിച്ചു വീണു. അദ്ദേഹത്തിന്റെ ചിതയിൽ മാദ്രിയും സതി അനുഷ്ഠിച്ച് സ്വർഗം പോയി. പുത്രന്മാരും ഗാന്ധാരി ദേവിയുടെ 100 പുത്രന്മാരും തമ്മിലുള്ള കലഹത്തിന്റെ നാളുകൾ കുറിക്കപ്പെട്ടു. ഇനി കുറച്ച് കാഴ്ച ഒരുക്കങ്ങൾ വേണ്ടിവരും. ആത്മനിമ്പരങ്ങളുടെ, ആർത്തിയുടെ, ആക്രമണങ്ങളുടെ, അധികാരത്വരയുടെ കഥകൾ. ഭാരതം അറിഞ്ഞിരിക്കേണ്ട ആർഷഭാരത കഥ, ആർഷഭാരത കഥ, ആർഷഭാരത കഥ. അങ്ങനെ നമ്മുടെ തിരുവനന്തപുരം ആവണി തിയേറ്റേഴ്സിൻ്റെ ആർഷഭാരതം നമ്മൾ കാണുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇത് LED വാളിലാണ് ഇവരിതെല്ലാം കാണിക്കുന്നത്. വളരെ ഭംഗിയോടുകൂടി നല്ല രീതിയിലൊരു സിനിമ സ്റ്റൈലിലാണ് ഇത് കാണുന്നത്. നമുക്ക് ഫ്രണ്ടിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടും കേട്ടോ. എന്ന് പറഞ്ഞാൽ നല്ല ഡിജിറ്റൽ സൗണ്ടാണ് ഇതല്ലേ ബാബസി? നല്ല ഡിജിറ്റൽ ശബ്ദവും കാര്യങ്ങളും. അത് പക്ഷേ ക്ലിയറാണ് എല്ലാം. നമ്മുടെ ശബ്ദം ഡിജിറ്റൽ ആണെങ്കിലും അത് വളരെ നമുക്കൊരു ദോഷമെന്നുള്ള രീതിയിൽ ഓവറായിട്ട് ശബ്ദമോ അങ്ങനെയുള്ള ഒന്നുമില്ല. മാന്യമായിട്ടുള്ള ശബ്ദത്തിലാണ് ചെയ്തിരിക്കുന്നതെല്ലാം.
വളരെ നല്ല ഭംഗിയുള്ള എഡിറ്റിങ്ങും പിന്നെ ശബ്ദവും കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ നമ്മുടെ നാടകത്തിൻ്റെ ഈ നൃത്ത നാടകത്തിൻ്റെ രചന എന്ന് പറയുന്ന വക്കം മാഹീൻ എന്ന് പറയുന്ന ആളാണ്. പിന്നെ സഹസംവിധാനം വൈശാഖ് പാരൂട്, പിന്നെ അതുകൂടാതെ തന്നെ സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ അജി ഐരയാണ് കേട്ടോ. പിന്നെ നിർമ്മാണം എന്ന് പറയുന്നത് നമ്മുടെ ഏതാണ് ആവണി തിയേറ്റേഴ്സ് തന്നെയാണ്. ഇപ്പോഴും നിങ്ങളെ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ തുടർ കാഴ്ചകളിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഈ പ്രോഗ്രാം ഇത് നമ്മൾ മൊത്തം കാണിക്കുന്നില്ല, ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ. ഹസ്തിനാപുരിയിലെ സജ്ജനങ്ങളും നമ്മുടെ ശിഷ്യരും അഭ്യാസ പാഠവങ്ങൾ നേരിൽ കാണാനെത്തിയ രാജപ്രമുഖരും അറിയാൻ ഇന്ന് നടന്ന ശരവേഗ മത്സരത്തിൽ കറുപ്പ് മൂടിയ കാഴ്ചയിൽ ശബ്ദം മാത്രം ലക്ഷ്യമാക്കി സൂര്യബാണം ചെയ്ത് ശിഷ്യന്മാർ പരാജയം ഏറ്റുവാങ്ങിയപ്പോ അർജുനൻ മാത്രം ലക്ഷ്യം കണ്ടിരിക്കുന്നു. ഈ നേട്ടം കൈവരിച്ച അർജുനന് സ്വർണ്ണനൂലിൽ കോർത്ത നീലത്താമരമാല ഉപഹാരമായി അർപ്പിക്കുന്നതാണ്. ധൃതരാഷ്ട്ര മഹാരാജാവും പുരുവംശാധിപൻ ഭീഷ്മരും രാജമാതാക്കളായ കുന്തി ഗാന്ധാരി എന്നീ സ്ത്രീരത്നങ്ങളും സന്നിഹിതരായിരിക്കുന്ന ഈ വേദിയിൽ അർജുനൻ ആദരിക്കപ്പെടുമ്പോ ഈ ദ്രോണർ വെല്ലുവിളിക്കുന്നു. അർജുനന്റെ ഈ നേട്ടത്തിനൊപ്പം എത്താൻ ആണൊരുവൻ ഈ ശബ്ദപരിധിയിലുണ്ടോ? ആണൊരുവൻ ഈ ശബ്ദപരിധിയിലുണ്ടോ? ആണൊരുവൻ ഈ ശബ്ദപരിധിയിലുണ്ടോ? ശബ്ദലക്ഷ്യം ഭേദിക്കുവാൻ കഴിവുള്ളവരെ നാം വെല്ലുവിളിക്കുന്നു. 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 ഞാനുണ്ട്. ലക്ഷ്യം കണ്ടെത്താം. ഞാൻ മത്സരിച്ചോട്ടെ. അത് അല്ല, മത്സരിക്കുവാൻ അങ്ങ് വെല്ലുവിളി നടത്തിയിരുന്നു. അതെ, ഗുരു അങ്ങനെ തന്നെയാണ് പറഞ്ഞുറപ്പിച്ചത്. അങ്ങ് അനുവദിക്കുമെങ്കിൽ അർജുനകുമാരൻ നേടിയതിലും അപ്പുറം ആയോധന പാഠവും ഒരുക്കാൻ എനിക്ക് കഴിയും. അപമാനിക്കുവാനുള്ള ശ്രമമോ അതോ അഹങ്കാരമോ? അല്ല, ആത്മവിശ്വാസമാണ് കരുത്ത്. അതിലേറെ കാട്ടാൻ കഴിയും എനിക്ക്. പലരും പരാജയം ഏറ്റുവാങ്ങി മടങ്ങിയ കളമാണ്. ദുര്യോധനൻ വേഷം കെട്ടിച്ചയച്ച കോമാളിയാണിവൻ. പരിഹസിക്കരുത്. ഞാൻ മത്സരിച്ച് തല താഴ്ത്തി നിൽക്കേണ്ടി വരും. നീ നിർത്തുക. ഇത് അഹങ്കാരമാണ്. നിന്റെ പൂർവ്വം സ്വീകരിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് നാമാണ്. അതിനു മുകളിൽ ധൃതരാഷ്ട്ര മഹാരാജനുണ്ട്. ഉച്ചസ്ഥായിൽ വംശകുലപതി ഭീഷ്മ പിതാമഹനുണ്ട്. പിതാമഹ, കടന്നു വരിക. ഈ അഹങ്കാരിക്ക് മത്സരിക്കാൻ അവകാശമുണ്ടോ എന്ന് തീർപ്പ് കൽപ്പിക്കുക. ദ്രോണർ നിമിഷം നേരം മുമ്പാണല്ലോ വെല്ലുവിളി ഉയർത്തിയത്. യോഗ്യതയായി പുരുഷനായിരിക്കണമെന്ന് മാത്രം. പുരുഷപ്രജയാണ് മുന്നിൽ. പിന്നെ ആത്മവിശ്വാസത്തിന് നൽകുന്ന നിർവചനം അഹങ്കാരമാണെങ്കിൽ ഭാരതവർഷം കണ്ട ഏറ്റവും വലിയ അഹങ്കാരി നാമാണ്. മത്സരം തുടരാം. ഈ കണ്ണുകൾ മൂടിക്കെട്ടുക. കുഞ്ഞെ, പേര് ചൊല്ലി അറിയിച്ച് വില്ല് കുലയ്ക്കുക. മത്സരത്തിൽ വില്ലാളി പാലിക്കേണ്ട കാര്യങ്ങൾ ആവർത്തിക്കുന്നു. ഇടതുഭാഗത്തായി 100 വാര അകലെ ബന്ധിച്ചു നിർത്തിയ നായയെ നമ്മുടെ നിർദ്ദേശത്താൽ തല്ലിക്കരയിപ്പിക്കും. ആ കരച്ചിലിന്റെ ഉത്ഭവസ്ഥാനത്തേക്ക് പാണമുറപ്പിച്ചാൽ വിജയം കണ്ടെത്താം. കാണികൾ ആരും അപശബ്ദം പുറപ്പെടുവിക്കരുത്. അത് നിങ്ങൾക്ക് അപകടം ക്ഷണിച്ചു വരുത്തും. കണ്ടോ, നാം ഈ ചുവന്ന തൂവാല ഉയർത്തുമ്പോ സുകേശികൻ നായയെ തല്ലിക്കരയിപ്പിക്കും. നീ തയ്യാറാണോ? നീ തയ്യാറാണ്? അതെ, തയ്യാറാണ്. ശിഷ്യന്റെ മഹത്വം ഉയർത്തിക്കാട്ടി മാലയിട്ട് ആദരിച്ച് ആര്യാവർത്തത്തിലെ വീരനെന്ന അടയാളവാക്യവും ഉച്ചരിച്ച് മടങ്ങാൻ വരട്ടെ. പിതാമഹ, അർജുന, സത്യം നീ തിരിച്ചറിയണം.
ഇല്ലെങ്കിൽ കാലം നിനക്കായി കോമാളിയായ വില്ലാളി എന്ന അപരനാമം തുല്യം ചേർത്തു. അമിതമായ ശിഷ്യവാത്സല്യത്താൽ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. അപ്പോൾ നാം ലക്ഷ്യബോധമില്ലാത്ത വില്ലാളി എന്നാണോ? നമ്മെപ്പോലെ ഏത് അന്ധകാരത്തിലും എഴുതി ജയിക്കാൻ നിനക്കാകും. പക്ഷേ മൂന്നാമനായിട്ട് ഒരാൾ കൂടി ഉണ്ട്. ആരാണ് ആ മൂന്നാമൻ? ഇവൻ, ഈ കർണൻ. നിന്റെ വിജയം ഈ കാലത്തിന്റെ അനിവാര്യതയായിരിക്കാം. ദീർഘായുസായിരിക്കട്ടെ. ഈ ഹാരം അർജുനനണിഞ്ഞ് ചതച്ചു പാടിയതാണ്. വിജയ്ക്ക് അവകാശപ്പെട്ടതുമാണ്. വേണ്ട, അർജുനകുമാരന്റെ കഴുത്തിൽ കിടക്കാൻ അങ്ങ് ആഗ്രഹിച്ച മാല്യത്തിൽ വീണ്ടും അഴുക്ക് പുരട്ടണ്ട. അങ്ങിപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ അർജുനൻ മാത്രമാണ് വിജയിക്കുന്നു? ലക്ഷ്യം ഇവിടെ ഇപ്പോൾ യുദ്ധത്തിന് എന്നോട് ഏറ്റുമുട്ടാൻ ഈ അർജുനൻ ധൈര്യമുണ്ടോ? രണ്ടിലൊരാൾ മൃത്യുവരിക്കും വരെയുള്ള യുദ്ധത്തിന്. ആരാണ് നീ? ഏതു ദേശം? ഏത് വംശപരമ്പര? ഞാൻ ചമ്പാപുരിയിൽ. ചമ്പാപുരി എന്നൊരു രാജ്യം അല്ല, ചമ്പാപുരി ഒരു ഗ്രാമമാണ്. അർജുനൻ രാജകുലജാതനാണ്. ക്ഷത്രിയ രക്തം. നീ ക്ഷത്രിയനാണോ? ഏത് രാജപരമ്പരയിൽ ജനിച്ചു? ഞാൻ ചമ്പാപുരിയിലെ സൂതനായ അതിരഥന്റെയും രാധമ്മയുടെയും മകനാണ്. മുഖത്തിനിതെന്റെ ചമ്മട്ടി എന്തേ നീ മറച്ചു വെച്ചു? അർജുനൻ ക്ഷത്രിയനാണ്, രാജകുലമാണ്. രാജകുലമാണ്, രാജകുലമാണ്. ഗുരു, സഞ്ജയൻ മഹാരാജാവിന്റെ ഈ കാഴ്ചകൾ ഓരോന്നും വിവരിച്ചു പറയുന്നുണ്ട്. അന്ധനായ രാജാവ് എല്ലാം അറിയുന്നു. അനീതിയെ ഒരിക്കലും നമ്മുടെ രാജനിയമങ്ങൾ അംഗീകരിക്കില്ല. ഇത് അനീതിയാണ്. ഇല്ല യുവരാജാവേ, അറിവുകേട് തന്നെയാണ്. അറിവും ബോധവും ഉണ്ടായിരുന്നെങ്കിൽ ചമ്മട്ടിക്ക് പകരം നെല്ലുവായി പാട്ടി കയറുമായിരുന്നു ഈ സൂതൻ. യുവരാജാവ് ദുര്യോധനകുമാരന് പ്രണാമം. എന്റെ അറിവുകൾ ഗുരുനാഥൻ അറിവുകേടായാണ് തോന്നുന്നതെങ്കിൽ ഞാൻ പിന്മാറാൻ തയ്യാറാണ്. നിഷേധികളെ. എന്നാൽ ഈ കർണൻ എന്ന വില്ലാളിയെ അംഗരാജ്യത്തിന്റെ രാജാവായി ഞാൻ പ്രഖ്യാപിക്കുന്നു. അർജുനൻ എന്ന അഹങ്കാരത്തിന് ഈ ദുര്യോധനന്റെ ആദ്യ പ്രഹരമാണ്. കർണന്റെ ഈ അംഗരാജ പദവി. സുയോധന, അരുത്. അരനാഴിക മുമ്പ് ആദ്യമായി കണ്ടയാൽ എങ്ങനെ ശത്രുവാകും? പ്രിയമിത്രമേ കർണ, രാജമാതാവ് അറിയട്ടെ, രാജകുലത്തിനു മാത്രമല്ല വില്ലാളികളും വീരന്മാരുമുള്ളതെന്ന് അറിയിക്കുക. ആരാണ് കർണനെന്ന്? ഞാൻ ചമ്പാപുരിയിലെ അധിരഥന്റെയും രാധയുടെയും മകൻ കർണൻ. കർണൻ കർണൻ നിന്റെ ഈ കവചകുണ്ടലങ്ങൾ ഇത് ജന്മനുള്ളതാണ് രാജമാത. ദുര്യോധന, ഈ രാജ്യത്തിന്റെ രാജമാതാവാണ് മയങ്ങി വീണത്. കാലം കാട്ടിയ അടയാളമാണിത്. അപ്പോൾ ഞങ്ങൾ ഈ കാണിച്ചു തന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ആർഷഭാരതം എന്ന നൃത്ത നാടകത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ്. ഇപ്പോൾ ഈ പ്രോഗ്രാം നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. താങ്ക് യു.